സംസ്ഥാനത്ത് വീണ്ടും ഡെങ്കിപ്പനി മരണം. പാലക്കാട് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ സ്വദേശി ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ ആളാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുന്നത്. പ്രജിത്തുണ്ട് വിശദാംശങ്ങളുമായി. പ്രജിത്ത്, എത്ര നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. അതോടൊപ്പം തന്നെ ഈ ഒരു ആശങ്ക, പ്രത്യേകിച്ച് ഇപ്പോൾ ഷിഗല്ലയും നിപയും ഒക്കെ ഒരു സംസ്ഥാനത്ത് മുഴുവനെ ഒരു ആശങ്ക പടരുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഡെങ്കിപ്പനിയും പേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങുവാണോ? ഹരി, കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മരിച്ച ജിജോ മോഹൻ ചികിത്സയിലായിരുന്നു. ആരോഗ്യസ്ഥിതി വഷളായ ശേഷമാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടാണ് ഇന്ന് പുലർച്ചെയാണ് ജിജോ മോഹൻ മരിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനിയുടെ മൂന്നാമത്തെ മരണമാണത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 62 മരിച്ചിരുന്നു. അതുപോലെ തന്നെ ജൂൺ 13 പട്ടാമ്പി സ്വദേശി 73 ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവർ 2 പേരാണ്. ജില്ലയിൽ നിലവിലുള്ള ഡെങ്കിപ്പനി ബാധിച്ച ചികിത്സ തേടിയത് 543 പേരാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് മേഖലയിലാണ്. പൊതുവെ പാലക്കാട് പനി ബാധിച്ചവരുടെ എണ്ണം കൂടി വരികയാണ്. ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. വ്യക്തമാണ്.